എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചതും ദൈവം തന്നെയാണ്. ബ്രിഗേഡിയർ പരശുറാമിന്റെ ഓമന മകൻ. മാന്യതയുടെ മറവിൽ കൊല, വ്യഭിചാരം. അല്ലടാ? ചേട്ടനാണെന്ന് ഞാൻ ഓർമ്മിക്കില്ല. ക്ലിയർ ഔട്ട് ഓഫ് ദിസ് പ്ലേസ്. ഇല്ലെങ്കിൽ നീ എന്താണ് ഈ കാണിച്ചത്? കാണിച്ചത് എന്താണെന്നറിയണമെങ്കിൽ ഇതാ ഈ പെൺകുട്ടി പറയും. ഇന്നിനി ബസ്സില്ല, സ്ട്രൈക്കാ. കാത്തു നിന്നിട്ട് കാര്യമില്ല, നടന്നോളൂ. എങ്ങോട്ടാ പോകേണ്ടത്? ഹോളിക്രോസ് നേഴ്സിംഗ് ഹോം. കയറിക്കോളൂ. ഇങ്ങോട്ട് കയറിക്കോളൂ. കയറുന്നേ. ആശുപത്രിയിൽ ആരാ ഉള്ളത്? ചേച്ചി. എന്താ രോഗം? രോഗമല്ല, പ്രസവം. ഓഹോ, പ്രസവ രോഗമായിരിക്കും. പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഓ, അത് ശരി. ആ ഇടതുവശത്ത് കാണുന്ന ഗേറ്റാണ് ആശുപത്രി. അവിടെ നിർത്തിയാൽ മതി. ഓ, അതിപ്പോ ഇടതുവശത്ത് നിർത്തി എനിക്ക് പരിചയമില്ല മോളെ.
ഇപ്പൊ നിനക്ക് മനസ്സിലായോ? I am Parasuram, retired brigadier. Hello. Glad to meet you. Thank you. Please take your seat. What can I do for you? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. I see. ഇവിടെ വരുന്ന ഇൻസ്പെക്ടർമാരൊക്കെ എന്നെ വന്ന് കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. Sorry. എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പറയണം. അത്തരം ഫോർമാലിറ്റികളിൽ എനിക്ക് വിശ്വാസമില്ല. സാറ് വന്ന കാര്യം പറഞ്ഞില്ല. He is my son, ഇളയ മകൻ ദാസ്, പ്രതാപചന്ദ്രദാസ്. So what? അതുകൊണ്ട് എന്റെ മകനെ പരിചയമില്ലാത്തതിനാൽ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും. Am I correct? പാർഷ്യലി. ഇവരെ പിടിച്ചുകൊണ്ട് വരുമ്പോ ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ മനസ്സിലായി. ഗുഡ്. എങ്കിൽ അവൻ എന്റെ കൂടെ പറഞ്ഞയക്കുന്നതിൽ വിരോധമില്ലല്ലോ. സോറി. നിങ്ങൾ ചെറുപ്പക്കാർ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചില പ്രത്യേക ധാരണകളുണ്ട്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ. നിയമം പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, തീരെ പ്രയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. Am I correct? ഓഹോ, ഇതൊക്കെ പുതിയ അറിവുകളാണ്. അതുകൊണ്ട് എനിക്കൊരല്പം ധൃതിയുണ്ട്. സാറ് സൗകര്യം പോലെ മറ്റൊരു ദിവസം ഇങ്ങോട്ട് വരണം. നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ എന്റെ മകനെ ഇറക്കിക്കൊണ്ടുപോകാനാണ് വന്നത്. ഇറക്കിക്കൊണ്ടുപോകാനോ? ഹൂ ആർ യു? നിങ്ങൾക്ക് ഈ ഏരിയയിൽ വല്ല ജുഡീഷ്യൽ പവർ ഉണ്ടോ? ജുഡീഷ്യൽ ആൻഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് മാത്രമല്ല, ഈ പ്രദേശത്ത് എനിക്ക് എല്ലാ ഗവൺമെന്റൽ പവേഴ്സും ഉണ്ടെന്നാണ് ജനങ്ങളുടെ ധാരണ. ജനങ്ങളോ? യെസ്, ജനങ്ങൾ. സംശയമുണ്ടെങ്കിൽ പുറത്തേക്ക് നോക്കണം. ഇൻസ്പെക്ടർ വിശ്വന്റെ ഗൂണ്ടായുസം അവസാനിപ്പിക്കുക. ഭീഷണിയായിരിക്കും. എനിക്കറിയില്ല. ഇവരെയൊക്കെ എന്തിനു വിളിച്ചുകൂട്ടി? ആരും വിളിച്ചതല്ല, അവർ സ്വമേധയാ വന്നു. എന്റെ മകനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടപ്പോ അവർ ഞെട്ടി ഓടിക്കൂടി. സത്യത്തിൽ എന്റെ മകൻ ദാസ് അവർക്ക് ദൈവമാണ്. സമാധാനം അവർ പറയും. ദൈവം? പാവപ്പെട്ട പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുന്ന കള്ള ദൈവം. എന്നെ പേടിപ്പിക്കാൻ നോക്കരുത്. താങ്കൾ പുറത്തേക്ക് പോകണം. ഇല്ലെങ്കിൽ ലാസ്റ്റ് വാണിംഗ്, പ്ലീസ് ഗോ ഔട്ട്. എന്നോട് കളിക്കരുത്. നിന്റെ മേലിനാസ് നഷ്ടപ്പെടും. എന്റെ മകനെയും കൊണ്ട് ഞാൻ പോകും. കോൺസ്റ്റബിൾ, ലോക്കപ്പ് തുറക്കൂ. കോൺസ്റ്റബിൾ, ടേക്ക് ദ ഹാൻഡ്സ് ആൻഡ് ഗെറ്റ് റെഡി. പുറത്ത് നിൽക്കുന്ന ജനക്കൂട്ടത്തെ ഉടനെ പിരിച്ചുവിടണം. എവിടെ ഇൻസ്പെക്ടർ? ഇപ്പോഴെത്തും. വിളിക്കാൻ ആള് പോയിട്ടുണ്ട് സാർ. ആ പെൺകുട്ടിയും അവളുടെ അച്ഛനും ഇവിടെ വന്നിരുന്നു. അവർക്ക് യാതൊന്നും അറിയില്ലെന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു. ക്രെഡിറ്റ്. ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ശരിക്കും അന്വേഷിച്ചതിന് ശേഷമേ എന്തെങ്കിലും തീരുമാനം എടുക്കാവൂ. അണ്ടർസ്റ്റാൻഡ്? താങ്ക് യു. കമോൺ സർ. Take it easy. ഇതൊക്കെ സാധാരണയാണ്. മേൽ സൂക്ഷിക്കുക. യു ആർ യങ്. അത് ശരി. പക്ഷെ നിങ്ങൾ എന്തൊരു കള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു? സാറേ, ഞങ്ങൾക്ക് ഇനി ഈ നാട്ടിൽ ജീവിക്കണം. കൊച്ചു മുതലാളി എന്റെ മോളോട് ഒരു തെറ്റും കാണിച്ചില്ലെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. എഴുതി കൊടുത്തു. നോൺസെൻസ്. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ സാറേ. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്റെ മോളുടെ ശവം പോലും അവർ കാണിക്കത്തില്ല. വീട് തീവയ്ക്കും. എന്നെയും എന്റെ കുടുംബത്തെയും അവർ നശിപ്പിക്കും. എന്നോട് ക്ഷമിക്കണം സാറേ. സാരമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. സാർ, ഞങ്ങൾ കാരണം സാറിന് ചീത്തപ്പേരായി. സാർ ഉടനെ തന്നെ സ്ഥലം മാറ്റം മേടിച്ച് എങ്ങോട്ടെങ്കിലും പോകണം. ഇനി ഈ നാട്ടിൽ നിൽക്കരുത്. കൊച്ചു മുതലാളിക്ക്
പാമ്പിന്റെ പകയാണ്. റൗഡികളോടും തെമ്മാടികളോടും തോറ്റുകൊടുക്കാനല്ല ഞാനിവിടെ ഇൻസ്പെക്ടറായി വന്നത്. പണക്കാരന്റെ കയ്യിലെ പാവകളല്ല പോലീസുകാർ. കാക്കിയുടുപ്പിന്റെ പിന്നിലെ ശക്തിയും മഹത്വവും നീതിബോധവും ഇവന്മാരെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പിന്മാറും. നിങ്ങൾ പറ്റും. വിശ്വം, അതെ ഇൻസ്പെക്ടർ തന്നെ. ഡെഡ് ബോഡിയോ? എവിടെ? ഐ സി. ഞാൻ ഉടനെ വരാം. സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞോ? ഓക്കെ. ഹലോ, നിങ്ങളാരാ? ഹലോ.